ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ അമ്മ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് പങ്കുവെക്കാട്ടോ. എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പൊ പറയൂല, പറയാം, നിങ്ങളൊന്ന് കാത്തിരിക്കേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ റോളർ കൊണ്ട് പെയിന്റ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണെന്ന്? നോക്കിയേ, നല്ല രസമല്ലേ പെയിന്റ് ചെയ്യുന്നത് കാണാനായിട്ട്? പണി നടക്കുന്നോണ്ട് രാവിലെ അത്ര വലിയ പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് എനിക്ക് ഇനിയിപ്പോ ഈ പണികളൊക്കെ കഴിഞ്ഞ് ഒരു പണി മാറ്റി പോയി വൈകുന്നേരമാവും ഒരുപാട് പണികൾ ഉണ്ടാവുക. ഇന്നലെ രാത്രി ഒരുപാട് പണിയെടുത്തോണ്ടാ തോന്നുന്നു ഉറങ്ങിയത് അറിഞ്ഞില്ല കേട്ടോ. അത്രയ്ക്ക് ക്ഷീണായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആവോ ഇനിയിപ്പോ മഴ പെയ്യോണാവോ? സാധാരണയായിട്ട് മെയ് മാസത്തിലോ ഏകദേശം ഒരു 10-ാം തീയതി കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നാണ് എൻ്റെ ഒരു കണക്ക് കേട്ടോ. കാരണം മെയ് 11-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്നൊക്കെ ഏകദേശം മഴ തുടങ്ങാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാ കൊല്ലവും മഴയെ കണക്കാക്കാറ് കേട്ടോ. ഇക്കൊല്ലം ഇനി നേരത്തെ ഉണ്ടോണാവോ മഴ? അമ്മ പണിക്കാർക്കൊക്കെ ഉള്ള ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ദേ ഇതുള്ള ഈ കുഞ്ഞൻ മീനുകളെ നോക്കൂ. ഇത് ഞാനും കേശും കുഞ്ഞാവയും കൂടെ ചിറയിൽ പോയി പിടിച്ചതാണ് കേട്ടോ. പിടിച്ച് 2-ാമത്തെ ദിവസം 1-2 ചത്തുപോയായിരുന്നു. ഇവരെ ഈ കുപ്പിയുടെ അകത്ത് ഇട്ട് വെക്കുമ്പോഴേ കുപ്പി നന്നായിട്ട് കളറ് മാറുന്നുണ്ട് കേട്ടോ. ചളി പിടിച്ച പോലെ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല സ്മെല്ലും ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ഓമനക്കുട്ടൻ ഓർമ്മ ഉണ്ടോ? അവന്റെ ഫുഡ് ഇവിടെ ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഓമനക്കുട്ടനേക്കാൾ എനിക്ക് ഇവരോട് അടുപ്പം ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇതുവഴി പോകുമ്പോൾ ഇവരൊന്ന് ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. ഓമനക്കുട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. യെസ്, ശരിക്കും അവനെ മിസ് ചെയ്യുന്നുണ്ട്. വെള്ളം മാറ്റുന്നതിനിടയിൽ ഇവന്മാർ ഓടി രക്ഷപ്പെടാൻ നോക്കിയിരുന്നു കേട്ടോ. ഓടിയിട്ടല്ല, ചാടി പോവാൻ ശ്രമിച്ച രക്ഷപ്പെടുകയല്ല ചെയ്യുക. ശ്വാസം മുട്ടി ചാവേ ഉള്ളൂന്ന് ഇവർക്കറിയില്ലല്ലോ. ഇവർ പറഞ്ഞിട്ട് എന്താ, നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ. രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് എടുത്ത് ചാടുമ്പോഴാണ് നിന്ന സ്ഥലം തന്നെ ആയിരുന്നു സേഫ് എന്ന് നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെ പേടിച്ച് ചാടാതിരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല കേട്ടോ. ഭാഗ്യണ്ടേ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ടും ആൾക്കാർ വരും. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വെട്ടി നുറുക്കി വിഴുങ്ങിക്കളയും. നമ്മളെ കൊണ്ട് നീന്താൻ പറ്റുന്നിടത്തോളമൊക്കെ നമ്മൾ അങ്ങനെ നീന്തിക്കൊണ്ടേയിരിക്കുക. അതിപ്പോ ഒരു കുഞ്ഞു ബൗളിലാണെങ്കിലും ഒരു കുഞ്ഞു കുളത്തിലാണെങ്കിലും പുഴയിലാണെങ്കിലും ഇനിയിപ്പോ വലിയ കടലിലാണെങ്കിലും എവിടെയായിരുന്നാലും നമ്മൾ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുക. ആ ജീവിതത്തിൽ ചിലപ്പോ സംഘർഷങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരിക്കലും ജീവിക്കാൻ മറക്കരുത്. ജീവിക്കുക എന്നതിന് ഒരുപാട് വലിയ അർത്ഥമുണ്ട്. അതൊരിക്കലും നമ്മുടെ ഫിസിക്കലി ഉള്ള എക്സിസ്റ്റൻസ് മാത്രമല്ല. സന്തോഷമായാലും സങ്കടമായാലും ഇനിയിപ്പോൾ പ്രതിസന്ധികളായാലും ചലഞ്ചസ് ആയാലും അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ് പ്രാധാന്യം. അത് തന്നെയാണ് ജീവിതം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് അവരുടെയൊക്കെയാണ് ലൈഫ്, നമ്മുടെയൊക്കെ എന്ത് ലൈഫാ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അവരുടെ ലൈഫ് നമ്മുടെ ലൈഫാണ്, നമ്മുടെ മാത്രം ലൈഫ്. ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കാറ് നമ്മുടെ മെന്റൽ ഹെൽത്തിന് തന്നെയാണ് കേട്ടോ. അതിനർത്ഥം മറ്റൊന്നിനും പ്രാധാന്യം ഇല്ല എന്നല്ല. പക്ഷെ മെന്റലി നമ്മൾ ഓക്കെ ആയിരുന്ന പല കാര്യങ്ങളും ഓക്കെ ആവും. അത് തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോടും എപ്പോഴും പറയാറുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചു കൂട്ടി ഉള്ള മനസ്സമാധാനത്തെ ഒരിക്കലും കളയരുത്. ഒരുപക്ഷെ നമുക്ക് ആ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കണം നമ്മുടെ മനസ്സിനെ. സങ്കടപ്പെടണ്ട, വിഷമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന്. കുറേ കൊല്ലങ്ങൾക്കൊക്കെ മുന്നേ, ഏകദേശം ഒരു 3-4 കൊല്ലങ്ങൾക്കൊക്കെ മുന്നേ എനിക്ക് തോന്നാറുണ്ടായിരുന്നു കേട്ടോ, ലൈഫിൽ ഒരു റിവേഴ്സ് ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് തിരിച്ചു വരായിരുന്നു എന്ന്. പക്ഷെ ഒരിക്കലും പോയ കാലം തിരിച്ചു കിട്ടില്ല. ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. സംഭവിച്ചതൊക്കെ എന്തൊക്കെ തന്നെ ആയാലും നല്ല എക്സ്പീരിയൻസ് ആണ്. ജീവിതാനുഭവങ്ങൾ എപ്പോഴും നല്ല ലെസൺസ് ആണ്. പിന്നെ ചില ആളുകളുണ്ട് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ നാളെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര വ്യാകുലപ്പെടുന്നവർ. അങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മൾ ഇന്ന് ജീവിക്കാൻ മറന്നുപോകും. സോ ഇന്ന് ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സംഭവിച്ചതൊക്കെ നല്ലതിനാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിനാണ്. അപ്പോൾ ഉറപ്പായും സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെയല്ലേ നമ്മുടെ കൃഷ്ണൻകുട്ടി നമ്മളെയൊക്കെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ടാവൂലേ. ഞാനിടുന്ന വീഡിയോസ് എത്ര പേര് കാണുമെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. അതും ലോങ് വീഡിയോസ് എത്ര പേര് ഇത്ര നേരം ഇങ്ങനെ ക്ഷമയോടെ കേട്ടിരിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഉറപ്പായും എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരാളുണ്ട്. ഒരു വീഡിയോ തന്നെ ഒരു 5-6 വട്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ. അതാണ് എൻ്റെ അമ്മ.
അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. മൂടിക്കെട്ടി നിന്ന കാർമേഘത്തിന് പെയ്തൊഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനില്ലാത്ത കുഞ്ഞുങ്ങളുടെ മനസ്സ് കണ്ടിട്ടുണ്ടോ? അവരെന്തൊരു ഹാപ്പി ആയിരിക്കും എപ്പോഴും. പക്ഷെ മുതിർന്ന ആൾക്കാരെങ്ങനെയാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ മനപ്രയാസം ഉണ്ടാക്കും. എന്നിട്ടോ ഇതുപോലെ വെള്ള പൂശി നടക്കും, ഒന്നുമില്ലാന്ന് കാണിക്കാൻ. അങ്ങനെ എത്ര മറച്ചു വെച്ചാലും ചിലർക്കെങ്കിലും അത് മനസ്സിലാവുകയും ചെയ്യും. മനസ്സിലാക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നതും ഭാഗ്യം തന്നെയല്ലേ? അതെ, നമുക്ക് ഓരോരുത്തർക്കും ചുറ്റും ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, അതിനൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന നേരം നമ്മുടെ ഭാഗ്യങ്ങളെ നമുക്കൊന്ന് കൗണ്ട് ചെയ്തൂടെ? കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് നമുക്ക് നന്ദി പറഞ്ഞൂടെ? അപ്പൊ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് ഫീല് വരും. അപ്പോൾ തത്വം പറയുന്നത് കുറച്ചു നേരത്തേക്ക് നിർത്തിയാലോ? എന്നിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാം. ഇന്നലെ ഊരിയിട്ട കർട്ടനുകളാണ് കേട്ടോ അതൊക്കെ. രാവിലെ തന്നെ ചേച്ചി അതൊക്കെ എടുത്ത് അലക്കിയിട്ടുണ്ടായിരുന്നു. മഴ കാരണം ഒന്ന് ഉണക്കാനിടുക, പിന്നെ അതെടുത്ത് അകത്തേക്ക് കൊണ്ടുവയ്ക്കുക, പിന്നെയും ഉണക്കാനിടുക. ഇത് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഈ മഴക്കാരങ്ങ് കാണുമ്പോഴേക്കും തുണിയെടുത്ത് വെക്കുന്ന ഒരു രീതി എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ബിക്കോസ് ഇനി ഒരു പക്ഷെ മഴ പെയ്തില്ലെങ്കിലോ? അപ്പൊ നമ്മൾ എടുത്ത എഫേർട്ട് വെറുതെ ആയിരിക്കില്ലേ? ഇൻ കേസ് മഴ പെയ്താൽ വീണ്ടും വെയിൽ വരുമല്ലോ. എന്തിനാണ് ഇത്ര ധൃതി കൂട്ടുന്നത്? തുണികളൊക്കെ എടുത്തു വെച്ച് വന്നു നോക്കിയപ്പോൾ നമ്മുടെ പുതിയ പെയിന്റർ ഈ ലാഡർ പിടിച്ച് കയറാൻ നോക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവരോട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പെയിന്റും ബ്രഷും ഒക്കെ അവൻ്റെ കണ്ണിൽ വിട്ട് അതും എടുത്ത് ഇളക്കാൻ നോക്കുകയാണ്. പറയാൻ മറന്നുപോയി, നേരത്തെ കഴിച്ച ആ ചക്ക എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്നോ. അത് കഴിക്കുമ്പോൾ ഞാങ്ങാട്രിയിലെ വരിക്കച്ചക്കയെ ഒന്ന് ഓർത്തുപോയി കേട്ടോ. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചക്ക തന്നെയാണ് കേട്ടോ. വീട്ടിലുണ്ടായിരുന്നപ്പോൾ അതിനൊരു വിലയുണ്ടായിരുന്നില്ല. ഇപ്പോൾ കിട്ടാതായപ്പോഴാണ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറ്. ഒരു വട്ടം മഴ പെയ്ത് വീണ്ടും ഇതേ കാർമേഘങ്ങൾ കൂടി നിൽക്കുന്നുണ്ടേ. പക്ഷെ അത് പെട്ടെന്നൊന്നും പെയ്യും തോന്നണില്ല. മഴ ഇങ്ങനെ മൂടി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇന്ന്. ഉച്ചയ്ക്ക് ശേഷം ഞാനും കേശും കൂടെ കുറച്ച് ആക്ടിങ് പരിപാടികളൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ പണിക്കാരിന്ന് പണി മാറ്റിപ്പോയി. ഇനിയാണ് നമ്മുടെ പണികൾ തുടങ്ങുന്നത് കേട്ടോ. ഇന്ന് ഞാൻ ആദ്യം തുടങ്ങിയത് ഈ ജനലുകളൊക്കെ ഒന്ന് തുടയ്ക്കലാണേ. അതിലൊക്കെ അത്യാവശ്യം നല്ല പൊടികളുണ്ടായിരുന്നു. ഈ പൊട്ടിയ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊട്ടിയിടുമ്പോൾ അതിങ്ങനെ ഉരയ്ക്കുമല്ലോ, ആ പൊടികളൊക്കെ വന്ന് ഇതിൻ്റെ മുകളിലാണ് ആദ്യം പറ്റി പിടിച്ചിരിക്കുക. പിന്നെ ഈ ജനലുകളിലൊക്കെ നമ്മൾ പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ വേഗം പൊടി പറ്റി പിടിക്കും. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയാൽ പൊടി പിടിച്ച പോലെ തന്നെ ഉള്ള ഒരു ടെക്സ്ചറായിരിക്കും അതിനുണ്ടാവുക. എന്നാലും ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ആ ചില്ലൊക്കെ തുടച്ചിട്ടും കുറച്ച് ദിവസമായിരുന്നു. പിന്നെ ഇത് ഈ പാർട്ടീഷൻ്റെ മുകളിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ചെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആകെ പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. ഞാനിത് അകത്തെ സൈഡിൽ നിന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ സൈഡിലൊക്കെ തുടയ്ക്കുക. കാരണം ഇതേപോലത്തെ പൊടി അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. ഇന്ന് തന്നെ എല്ലാ ജനലൊന്നും തുടച്ചെടുക്കുന്നില്ല കേട്ടോ. ഈ ഫ്രണ്ടിലെ ഈ ജനലും തുടയ്ക്കും, പിന്നെ ആ ഒരു ഡോർക്കം വിൻഡോ ഇല്ലേ അതും തുടയ്ക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം ഇന്ന് ഹോളിലാണ് മെയിനായിട്ട് വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഞാൻ കിടന്നുറങ്ങുമ്പോഴാട്ടോ ശ്രദ്ധിച്ചേ, എൻ്റെ കട്ടിൽ തല തിരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഞാനത് മാറ്റാനൊന്നും പോയില്ല, കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമോ ആവോ? വീഡിയോയിൽ ഈ സ്പീഡായി കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ശരിക്കുള്ള പരിപാടി കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഞാനാണെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് എല്ലാം ചെയ്യാറ് കേട്ടോ. എന്നാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്കത് വേഗം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവാറുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇന്നലത്തെ അത്ര പണി ഇന്നില്ല കേട്ടോ. കാരണം ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവർ പണി മാറ്റി പോയതിന് ശേഷം കുറേ ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നു. കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, ബുക്ക് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കുറച്ച് ഈ എന്താ പറയുക മേക്കപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഹോള് ഒന്ന് ക്ലീൻ ചെയ്യണു, ജനലുകൾ തുടയ്ക്കണു, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചിടുകയും ചെയ്യണം. പിന്നെ നമ്മളൊരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടിയിട്ടല്ലേ. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ സ്പീഡായിട്ട് പണികളൊക്കെ കഴിയുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് നിലത്ത് ഇങ്ങനെ വീണിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. അപ്പോഴാണ് തുടച്ചെടുത്താൽ വൃത്തി ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ തുടയ്ക്കുമ്പോൾ അതിൽ ചളിയായി പിന്നെ ഒരു നീറ്റല്ലാത്ത പോലെ തോന്നും. അതൊക്കെ ചെയ്യാനിരുന്നപ്പോൾ അത്യാവശ്യം കുറച്ച് സമയമൊക്കെ ആയിട്ടോ. അമ്മ വിളക്കൊക്കെ വെച്ചു. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. ഞങ്ങളെപ്പോഴും നിലമൊന്നും തുടച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി തുടയ്ക്കാനും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് വന്ന് ഇനി നിലമൊക്കെ തുടയ്ക്കണം.
അത് കഴിഞ്ഞാൽ ഏകദേശം ഒരുവിധം പണികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ചെയറുകളൊക്കെ റൂമുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ചിട്ട് കൊടുന്നിടും വേണം. ഇതിനിടയ്ക്ക് ഞാനൊന്ന് കറുകപ്പുത്തൂരും കൂടി പോയിട്ടുണ്ടായിരുന്നേ. കാരണം കുറച്ച് സാധനങ്ങളുടെയും കൂടി ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ പുട്ടിയുടെയൊക്കെ പൊടിയായിട്ടാണ് തോന്നുന്നു. എൻ്റെ മുടിയൊക്കെ ഭയങ്കര എന്തോ ഒരു ടെക്സ്ചറാണ്. തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സുഖമില്ലാത്ത ഒരു ടെക്സ്ചറായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം ഇനി. ഹോളിൽ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോഫയൊക്കെ നമ്മളിതാ ഈ സിറ്റ് ഔട്ടിലാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ അവിടുന്ന് വീണ്ടും ഹോളിലേക്ക് തന്നെ പിടിച്ചിട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മളിപ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്താണെന്നറിയോ? നമ്മൾ ഈ ലൈറ്റൊക്കെ വയ്ക്കുമല്ലോ, LED ലൈറ്റൊക്കെ വയ്ക്കുമല്ലോ, അതൊക്കെ ഇപ്പോൾ ഏകദേശം 1 വർഷം ആവാറായല്ലോ. അപ്പോൾ ചില ലൈറ്റുകളൊന്നും ഇപ്പോൾ കത്തുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ മൊത്തത്തിൽ വൈറ്റ് വാഷ് ചെയ്ത് വരുമ്പോഴത്തേനും ബൾബ് മാറ്റേണ്ട അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. ഞാൻ മുന്നേ ആ അലോക്കേഷ്യ ചെടി നട്ട ഓർമ്മയുണ്ടോ? കുഞ്ഞിതാവുമ്പോൾ അതിപ്പോൾ ഇത്രയും വലുതായിട്ടോ. പക്ഷെ അതിൻ്റെ ലീഫൊന്നും അത്ര മെനയിലല്ല നിൽക്കണത്. കാരണം കേശു ഇടയ്ക്കിടെ വന്നിട്ട് അതിനെ കൊട്ടി പോകുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായി ഇങ്ങനെ കുറേ പണികളുള്ളതുകൊണ്ട് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് നേരത്തെ തന്നെ കിടക്കും. പിന്നെ ഇന്ന് ഒരു സന്തോഷവിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഞാൻ പറയട്ടെ അതെന്താന്ന്. നമ്മുടെ കേശു 1ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 2ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്നു കേട്ടോ. അവൻ്റെ ടീച്ചർ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച കണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. കേശു 1ാം ക്ലാസ് പാസ്സായതാണ് ഇന്നത്തെ സന്തോഷവിശേഷം. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ജയിച്ചോ തോറ്റോ എന്നൊക്കെ അറിയണമെങ്കിൽ സ്കൂളിൽ പോയി നോക്കണ്ടേ. പക്ഷേ ഇപ്പം എന്തൊരു സുഖമാണല്ലേ, വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജൊക്കെ അയച്ചിട്ടാണ് ഈ വിവരങ്ങളൊക്കെ അറിയണത്. ഇനി കുറച്ചുകൂടിയൊക്കെ തുടച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിയാറാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സന്തോഷ വാർത്തയായിട്ട് എല്ലാവർക്കും സന്തോഷമായില്ലേ? 1ാം ക്ലാസ് പാസ്സായതിൻ്റെ ചിലവ് ചോദിച്ചിട്ട് കേശു ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. ഇനി ആദിക്ക് വിളിച്ച് പാസ്സായതിൻ്റെ ചിലവ് ചോദിക്കണം. അങ്ങനെ ഇനി ആ വലിയ ജനലിലേക്ക് മുട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണികൾ ഏകദേശം നമുക്ക് അവസാനിപ്പിക്കാറായിട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും ദിസ് വീഡിയോ ഈസ് സൈനിങ് ഓഫ് ഹരിത ഹരിദാസൻ.